ശ്രീനി പറഞ്ഞ പുള്ളി നിങ്ങൾ കടുവ പ്രാന്തന്മാരാണ്. അതെ അതെ. കടുവയെ കാണണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കണ്ടിരിക്കും. പിന്നെ അങ്ങനെ കുറേ ആയപ്പോൾ ഞങ്ങൾ ഈ കടുവയെ പഗ്മാർക്ക് മൂവ്മെൻറ്റ് വെച്ച് കണ്ടുപിടിച്ചു. അപ്പോൾ സമയമൊക്കെ നമ്മൾ തന്നെ ഫിക്സ് ചെയ്തു. ഈ സമയങ്ങളിൽ ഇവർ ആക്റ്റീവ് ആയിരിക്കും, ഈ സമയങ്ങളിൽ ഇവർ നല്ല റെസ്റ്റ് ആയിരിക്കും. അപ്പം ഞങ്ങൾ മിക്കവാറും കണ്ട സമയങ്ങളിൽ ഒരു 11 to 11 മണി 12 ആ സമയത്ത് കണ്ടിട്ടുണ്ട്. പിന്നെ കൂടുതൽ 2 മണി ശേഷം കാണുന്നതൊക്കെ ഫുൾ ടൈം ഇവർ ഉറക്കത്തിലായിരിക്കും. അങ്ങനത്തെ സമയത്തൊക്കെ കണ്ടു. ഈ സമയം പക്ഷേ എല്ലാ തവണയും കൃത്യമായിരിക്കും? അങ്ങനെ ആയിരിക്കില്ല സാർ, സമയം എല്ലാ സമയത്തും കിട്ടില്ല. അല്ല, കൃത്യമൊന്നും ആയിരിക്കില്ല അല്ലേ? കൃത്യമൊന്നും ആയിരിക്കില്ല. പക്ഷെ എന്തായാലും നമുക്ക് അതിൽ ഉറപ്പിക്കാൻ പറ്റും. ഉച്ചയ്ക്ക് ശേഷം, ഉച്ച 1 മണിക്ക് ശേഷം ഇവർ റെസ്റ്റ് എടുക്കുന്ന പറഞ്ഞാൽ ഉറക്കത്തിലാണ്, ഉറങ്ങാനാണ് ഇവർ യൂസ് ചെയ്യണത്. അപ്പോൾ ഈ ഉറക്കത്തിൽ വീണ് കഴിഞ്ഞാൽ കടുവ ഒരിക്കലും നമ്മൾ ശ്രദ്ധിക്കില്ല. ശരി. അപ്പോൾ അഥവാ തന്നെ നമ്മളിപ്പോൾ കടുവയെ പോയ സ്പോട്ടിൽ നമ്മൾ കണ്ടു കടുവയെ നമ്മൾ കണ്ട ആ സ്പോട്ടിൽ ഇറങ്ങിയതും ഒരു സ്ഥലത്ത് നമ്മൾ ഇറങ്ങിയതും കടുവയെ കണ്ടു കഴിഞ്ഞാൽ കടുവ നമ്മളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ സ്പോട്ടിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഒരു അനക്കവും പാടില്ല. അവിടെ നമ്മൾ അനങ്ങാനേ പാടില്ല. കടുവ നമ്മളൊരു 10-20 മിനിറ്റ് തുടർന്ന് ഇങ്ങനെ ശ്രദ്ധിക്കും, നമ്മളെ തന്നെ നോക്കും. നമ്മുടെ എന്തെങ്കിലും ഒരു അനക്കം കാണുന്നുണ്ടോ എന്ന്. നമ്മുടെ ഒരു അനക്കം ഇല്ലയെന്ന് അവർക്ക് ബോധ്യപ്പെടുമ്പോൾ അവർ പിന്നെ നമ്മളെ മൈൻഡ് ചെയ്യില്ല. പിന്നെ തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞ് നോക്കും നമ്മളെ. ഈ കണ്ടത് അതിന് ശേഷം അനങ്ങുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ശ്രദ്ധിക്കുക. അങ്ങനെ ഒരു അനക്കം കണ്ടില്ലെങ്കിൽ കടുവ പിന്നെ നമ്മളെ മൈൻഡ് ചെയ്യില്ല. നമ്മൾ എത്ര കുറച്ച് ലോങ് ആണെങ്കിൽ നമ്മൾ ഒരു ഡിസ്റ്റൻസ് ഉണ്ട്, ആ ഡിസ്റ്റൻസ് വരെ എത്തുന്നവരെ നമ്മൾ ധൈര്യമായിട്ട് പോവുക. ധൈര്യം എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്റ്റൻസ് ഉണ്ട്.